ഇനി നമ്മൾ എ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ പോലെയുള്ള ഫോട്ടോയല്ല, ഈ പ്രാവശ്യം കുറച്ചൊരു മീനിങ് ഉള്ള ഫോട്ടോയാണുള്ളത് അല്ലേ. എ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്നുള്ളതാണ്. ടു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണ്. യു ക്യാൻ സീ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 4 സ്റ്റേജസിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ആദ്യം പറയേണ്ടത് ഇത് ഫോട്ടോയാണോ, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ആണോ, ഒരു കാർട്ടൂൺ ആണോ, ഒരു കാരിക്കേച്ചർ ആണോ, വാട്ട് ടൈപ്പ് ഓഫ് പിക്ചർ ഇസ് ദിസ്, അതാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. there are 2 people in this picture, there are എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പിന്നെ ഐ ക്യാൻ സീ എന്നും പറയാം. ഐ ക്യാൻ സീ 2 people, 1 person is handicapped and other person is fully healthy എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. മൂന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് അവരെന്താണ് ചെയ്യുന്നത്. ഓരോരുത്തർ the healthy man is begging on the floor, he has put a pot in front of him എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വായിൽ കിട്ടുന്നത് എന്തൊക്കെയാണോ അതൊക്കെ പറയാം. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് 1 മിനിറ്റിൽ കുറയാതെ നിങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇവിടെ അവരെന്താണ് ചെയ്യുന്നതെന്ന് പറയാം. മൂന്നാമത്തത് അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ആ അഭിപ്രായം കൂടെ ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, ഞാനത് പറഞ്ഞു നോക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡ്രോയിങ് ആൻഡ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് മീനിങ് ഇൻ ഇറ്റ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ പറഞ്ഞത്, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അല്ലേ. there are 2 people in this picture and 1 person is handicapped and another person is not handicapped and he is very healthy. കഴിഞ്ഞു. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് അടുത്തത് പറയേണ്ടത്. So this handicapped person is carrying something on his head and he has a big bag on his shoulder but he doesn't have 2 hands and he's happy and hard working എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തൊക്കെ അയാളെ പറ്റി പറയാൻ പറ്റുമോ അതൊക്കെ പറയാം. And on the other hand another healthy person is sitting on the floor and he is begging, അല്ലേ, ബെഗ് ചെയ്യാണ്, അദ്ദേഹം ഇങ്ങനെ ബെഗ് ചെയ്യാണ്. സോ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എന്താണ്, ഇയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഈ 2 മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നാലാമതായിട്ട് പറയേണ്ടത്, സോ this handicapped person is very hard working and he is ഇൻഡസ്ട്രിയസ് എന്നൊക്കെയാണ് പറയാം അല്ലേ. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളെ പറ്റി നമ്മൾ ഇൻഡസ്ട്രിയസ് എന്നാണ് പറയാം. ഹി ഈസ് ഇൻഡസ്ട്രിയസ്. ദ അതർ പേഴ്സൺ ഈസ് വെരി ലേസി ആൻഡ് he is a good for nothing fellow. Even though he has a good health, he is not ready to work hard. Now he is begging for money, and on the other hand this handicapped person is working hard to meet both ends എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാവുന്നത്. നിങ്ങളുടെ ലെവൽ അനുസരിച്ചാണ് പറയേണ്ടത്. നിങ്ങൾ എത്ര പറയണം എന്നുള്ളത് 1 മിനിറ്റ് തികയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാം. ഇതൊരു ഫ്രീ സ്പീച്ചാണ്. ഇതിൻ്റെ ഗ്രാമറോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്ന ആക്ടിവിറ്റിയോട് കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ദിവസവും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് എന്ന് വേണ്ട, ഏത് തരം ഭാഷയാണെങ്കിലും ഏത് സ്കില്ലാണെങ്കിലും അത് ചെയ്ത് പഠിക്കുക എന്നല്ലാതെ അത് പഠിച്ചു വെക്കുക എന്നുള്ളതല്ല പ്രധാനം. അറിയുക എന്നുള്ളതല്ല പ്രധാനം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അറിയുക എന്നുള്ളതല്ല പ്രധാനം, പറയുക എന്നുള്ളതാണ്. ഇവിടെ ലാംഗ്വേജ് ആണ്, ഇതൊരു സ്കില്ലാണ്. അത് നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും എടുക്കണം. സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണം, സെൻറ്റൻസുകൾ എനിക്ക് അയച്ചു തരുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.